വിശുദ്ധിയുടെ പ്രകാശം. ചിലരുടെ കണ്ണാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം കൃപാവരും, എല്ലാവർക്കും ഇഷ്ടം വീര്യപ്രവൃത്തിയാണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ചില പേഴ്സൺസിനെ മാത്രം ഈ ഹോളിനെസിന്റെ ഓയിലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ടൈം അവരെ ഹോളിനെസ് കർത്താവ് കീപ് ചെയ്യും. വന്നപ്പോ ഉണ്ടായിരുന്നു. ഇല്ല, ദൈവത്തിലെത്തി ശരീരത്തിൽ അനുഭവിച്ചു. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സംഭവം എന്റെ ജഡത്തിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കണം. എല്ലാം നല്ല തീയായിട്ട് ചൂട് അനുഭവിച്ചു. റിയൽ. അപ്പൊ അത് പെന്തക്കോസ്താൾ കഴിഞ്ഞല്ലേ? സ്റ്റിൽ കണ്ടിന്യൂസ്. ഇന്നിവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? നോക്കിയോ? പിടിച്ചോളാം. ചേട്ടാ എനിക്ക് ഇഷ്ടമാണ്. ഈ ബ്രദറിനെ നിങ്ങൾ എല്ലാവരും കൈനീട്ടി പ്രാർത്ഥിച്ചു. ഇവൻ ദൈവരാജ്യത്തിന് ഒരു അസറ്റാണെന്ന് യേശു എന്നോട് പറഞ്ഞു. ഇവനാരേതാ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ യേശു എന്നോട് പറഞ്ഞ വാക്ക് വെച്ച് ഞാൻ ഇവനെ അനുഗ്രഹിക്കാൻ പോകും. നിങ്ങളെല്ലാവരും ഒന്ന് കൈ അസൂയില്ലാത്തവരെല്ലാം മനസ്സിൽ നീട്ടി അനുഗ്രഹിക്കും. ഇതാണ് അത്രയും പറഞ്ഞപ്പോഴത്തേന് ഈ യുവകേസരി കരയുന്നതാണ്. ഇതാ പറ്റിയത്. കാണാൻ കഴിയുന്നു. പഴയ വ്യക്തിയല്ല ഇത് എന്ന് പറയത്തക്ക നിലയിൽ യേശു വെച്ച നിങ്ങത്തോട് അവനെ ഭയങ്കര സ്പർശനം ഇവന്റെ ശരീരത്തിലോട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്തും ഉറയ്ക്കാൻ പറ്റിയായിരുന്നു. എല്ലായിടത്തും നിനക്ക് വഴി തുറക്കും. വഴി തുറന്ന് ഒരു സമയത്തേക്ക് അത് തുറക്കും. എന്നാൽ പെട്ടെന്ന് ഷട്ടറിട്ട പോലെ അത് അടഞ്ഞു പോകും. ഇത് കണ്ടും മനസ്സും അടുത്ത് എനിക്ക് മാത്രം ഇത് എന്ത് ശാപമെന്ന് ചോദിച്ച് നീ ഇന്ന് വന്നവനാ. നീ നിന്റെ കർത്താവ് സ്നേഹിക്കുക. ഈ കുഞ്ഞിന്റെ മേലെ യേശു പകരുന്നത് കർത്താവിന്റെ ഇന്റിമസിയാണ്. നിനക്ക് നിന്നെ ഒഴുക്കുവാൻ ആരുമില്ലെന്നുള്ള പരിഭവമാണ് ഉള്ളിലുള്ളത്. എന്നാൽ ഇതാ നിന്റെ നിന്റെ തൊട്ട സമീപത്ത് ഒരു കരം വന്ന് നിൽക്കുന്ന കൂട്ട. ആ കരം എന്നോട് വാക്ക് പറയുന്നു. നാളെ ഇന്ന് വരെ ഇവന്റെ ഭാവിക്ക് മുമ്പിൽ പരാജയം വിട്ടുവെച്ച ആ മുഴുവൻ മുഖങ്ങളെയും ഞാൻ ഇന്ന് അഴിച്ചു മാറ്റി ഇവനെ സ്വതന്ത്രനാക്കുമെന്ന് യേശു പറയുന്നു. ഇപ്പോഴും പല ശരീരങ്ങളിലും ഈ ദൈവത്തിന്റെ സ്പർശനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ സൗഖ്യമാകാൻ ദൈവം നിശ്ചയിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ളത് ദൈവമാനത് ഇല്ല.
കണ്ണാടി വെച്ച ആ സഹോദരി, ഈ സഹോദരി, ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കറുത്ത കാലമേഘം കാറ്റടിച്ച് മാറുന്ന പോലെ നിന്റെ വീടിനകത്ത് എന്തെല്ലോ ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 മിനിറ്റ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ താനോടെ അത് മറക്കേണ്ട ടൈമാണ് നിന്റെ ജീവിതത്തിൽ. ജീസസ്, new beginning. ഒരു പുതിയ ആരംഭം നിന്റെ പുറകിൽ 1000 നിന്നോട് ചേർന്ന് യേശുവേ ഞാൻ കർത്തനേ നിന്നെ സ്നേഹിതനാ വേറെ ആരുള്ളൂ. ഓ യേശുവേ എൻ നാഥനേ, ഓ യേശുവേ എൻ കർത്തനേ നിന്നെ സമ്പത്താ വേറെ ആരുള്ളൂ. ഇനി എന്റെ ജീവിതം നിനക്കായി, ഇനി ഉള്ള നാളുകൾ നിനക്കായി. എല്ലാവരും അങ്ങനെ പാടിക്കും. ഇനി എന്റെ ജീവിതം, അവരൊക്കെ ഇനി എന്റെ ജീവിതം, ഇനി എന്റെ ജീവിതം, ഇനി എന്റെ ജീവിതം, ഇനി ഉള്ള നാളുകൾ നിനക്കായി. കുനിഞ്ഞു നോക്കുന്നത് പ്രാർത്ഥന. ദൂതന്മാരിവിടെ ഇറങ്ങി നിൽക്കുന്നു. അനേക വീടുകളിൽ ദൈവത്തിന്റെ ആയുധങ്ങൾ വ്യാപരിക്കാൻ പോവുകയാണ്. ഞാൻ എന്താ ചെയ്യും? ഇതെങ്ങനെ പ്രസംഗിച്ചിട്ട് സാധാരണ രീതിയിൽ എനിക്ക് വചനം പറയാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇന്നപ്പോൾ എന്നെ വേറെ തലത്തിലേക്ക് നന്നാക്കി ഞാൻ പോകുന്നവരെ പ്രസംഗിച്ചോട്ടെ. അനുവാദം തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റ മോനെ എന്ന് പറഞ്ഞ് എന്നെ കൊച്ചി പാപസംബന്ധമായി മരിച്ചവരല്ല, ഇനി ജീവന്റെ ആത്മാവ് സംബന്ധമായ ഒരു പുതുക്കമാണ് വ്യാപരിക്കുന്നത്. ആ ജീവന്റെ ആത്മാവ് സംബന്ധമായി പുതുക്കം ഞാൻ കുറച്ച് സ്പീഡിൽ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ജീവന്റെ ആത്മാവ് സംബന്ധമായി പുതുക്കം വ്യാപരിക്കുമ്പോഴാണ് പാപസംബന്ധമായ അവയവങ്ങൾ, അവന്റെ അനീതിയുടെ അവയവങ്ങൾ അവനിൽ നിന്ന് അഴിഞ്ഞു മാറിയിട്ട് നീതിയുടെ അവയവങ്ങളെ അവന് വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ തന്ത്രം ഇതായിരുന്നു: ഒരിക്കലും നീ എന്റെ നേരെ നിൽക്കരുത്. പക്ഷെ ഇപ്പോൾ നീതിയുടെ ആയുധം നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ അവന്റെ നേരെ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നിന്റെ റിയാലിറ്റി സംഭവിക്കുന്നത്. അതായത് ആയുധമില്ലാത്ത പിശാചിന് നീ ഒരു തിരിച്ചടിയാണ്. അതെപ്പോഴും നിന്റെ ഉള്ളിലുണ്ടായിരിക്കും. ആയുധമില്ലാത്ത പിശാചിന് എന്നും നീ ഒരു തിരിച്ചടിയാണ്. കാരണം നിനക്ക് സർവായുധമുണ്ട്. അവന് നീ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തലവേദനയാണ്. ഒരു ദൈവവൈതലാണ് പിശാചിന്റെ ഏറ്റവും വലിയ തലവേദന. അതുകൊണ്ട് തന്നെ ആയുധമില്ലാത്ത പിശാച് പറയുന്നു: ഓ, ആയുധമുള്ള നിന്റെ അടുക്കലേക്ക് എനിക്ക് അടുക്കത്തില്ല. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യുന്ന അറിയാമോ? ആയുധമുള്ള പിശാച് ആയുധമില്ലാത്തവനാക്കി നിന്നെ മാറ്റി. എങ്ങനെ? അവന്റെ ആയുധം നിന്റെ അവയവത്തിൽ വ്യാപരിപ്പിച്ചിട്ട് നിന്റെ ആയുധത്തെ നിന്നിൽ നിന്ന് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. എന്നിട്ട് നിന്നെ പിശാച് എന്നൊക്കെ പറയുമ്പോൾ പിശാച് ഇത്ര വെച്ചെന്ന് പറയണ്ട. ഞാൻ ഇറങ്ങിപ്പോ പിശാച് എന്നൊക്കെ പറയുമ്പോൾ പിശാച് പറയും: ഓ, അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റുകയില്ല. കൈ എന്റേതാ, കയ്യിലിരിക്കുന്നവിടെ എന്റേതാ, പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നു. കണ്ണിലിരിക്കുന്നവിടെ എന്റേതാ, പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നു. നാക്കെടുത്ത് സംസാരിക്കുന്നവിടെ എന്റെ കാര്യങ്ങൾ, പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ കർത്താവിന് ഒപ്പം കൊടുത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക,
ഈ ആയുധങ്ങൾ നിന്റെ അവയവത്തിൽ തിരിച്ചു വന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ന് നീ സർവായുധ വർഗത്താൽ കഷ്ടപ്പെട്ടവനാണ്, ചുറ്റപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് എനിക്ക് താഴെ പറയുന്നത്. താഴെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം. ഓക്കെ, 6-ാം അധ്യായത്തിന്റെ അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അടുത്ത വാക്യത്തോടെ, ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദാസനായി മാറാം. ഒന്നെങ്കിൽ പാപത്തിന്റെ ദാസനായിട്ട് മരണത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ നീതിക്ക് ദാസനായിട്ട് ജീവന്റെ പുതുക്കത്തിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ ചോയ്സ് ഈസ് യുവേഴ്സ്. രണ്ട് നിനക്ക് തിരഞ്ഞെടുക്കാം. പാപത്തിൽ തുടരണമെങ്കിൽ നിനക്ക് തുടരാം. പാപം ചെയ്യരുത് ഇനി പുറകെ നടക്കാൻ ആരുമില്ല. പാപത്തിൽ നീ തുടർന്നാൽ നീ മരണത്തിലേക്ക് പോകും. കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ട് നീ മരണത്തിലേക്ക് പോകും. ഒന്നെങ്കിൽ പാപം ചെയ്ത് പാപത്തിന് ദാസനായിട്ട് മരണത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ പാപസമ്മതമായി മരിച്ച് നീതിക്ക് ദാസന്മാരായി ദൈവത്തിലേക്ക് പോകാം. ഇവിടെ തീരുമാനം എന്റേതാണ്. ദൈവം എന്നെ കൊണ്ട് അടിച്ച് ദണ്ഡിപ്പിച്ച് നിർബന്ധിച്ച് തീരുമാനിക്കുകയല്ല, എന്നോട് തീരുമാനിക്കാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തീരുമാനം എനിക്കെടുക്കാം. ഏത് തീരുമാനം എനിക്കെടുക്കാമോ അതെനിക്കെടുക്കാം. പിന്നെ എന്താണ് ഈ കഥ പറയുന്നത്? 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച നീതിക്ക് ദാസന്മാരായി തീരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഇതാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ രണ്ടാം വാക്യത്തിൽ രണ്ട് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നതാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത് പറയുന്നതാണ് 8-ന്റെ 2-ാം വാക്യം ഒന്ന് ഉറക്കെ വായിക്കാമോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും രണ്ടാമത് ഞാൻ സ്വതന്ത്രനായ പ്രമാണമാണ് മരണം. അത് പാപത്തിന്റെ ശമ്പളമായി വന്ന മരണമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം പാപത്തിന്റെ ശമ്പളമായി വന്ന മരണമല്ല ഇവിടെ സ്വതന്ത്രമായ മരണ പ്രമാണം. പാപം മാറിയെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണവും മാറിപ്പോയി. പാപസംബന്ധമായി മരിച്ചവന് ഇനി പാപസംബന്ധമായ മരണത്തിന് കർത്തൃത്വമില്ലാതെ വണ്ണം മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു. പിന്നെ ഏതാണ് രണ്ടാമത് സ്വതന്ത്രമായ ഈ മരണപ്രമാണം? ഈ മരണപ്രമാണം എന്നിവിടെ വിളിക്കുന്നത് ന്യായ പ്രമാണത്തെയാണ്. ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് നിങ്ങൾ വിളിക്കുക.